പരിശുദ്ധ മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ ഒരുപാട് മഹാന്മാരായ സ്വഹാബികളുടെയും സ്വഹാബിയാത്തിൻ്റെയും ഖബറുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ 9 ഭാര്യമാരുടെയും സന്താനങ്ങളിൽ 5 സന്താനങ്ങളുടെയും ഖബറുകളും പരിശുദ്ധ മദീനയിലെ ജന്നത്തുൽ ബഖീയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മൂത്ത സഹോദരനായ അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുകളാണോ ഈ കാണുന്നത്. പരിശുദ്ധ മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ആദ്യമായി ജനിച്ച കുട്ടിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായിരുന്ന അസ്മാ ബിവി റളിയല്ലാഹു അൻഹയാണ് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മാതാവ്. ഉദാരശീലനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെട്ടത് ബഹ്റുൽ ജൂദ് എന്നായിരുന്നു. അല്ലാഹു തആല ഈ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാനും പരിശുദ്ധ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ ഭാഗ്യം നൽകി.